ശവം കൊണ്ടുവന്നിരിക്കുന്നു. വേഗം വാ. കണ്ടില്ലേ പൊന്നു മോനെ. ചേട്ടാ, ഇതല്ല ചേട്ടന്റെ കുടുംബ ഫോട്ടോ. അയ്യോ, മുരളി എന്റെ റൂംമേറ്റ് ആയിരുന്നു ചേട്ടാ. ദിവസവും ഈ ഫോട്ടോ കണ്ടവൻ കരയുമായിരുന്നു. അവസാനം ഇങ്ങനെ ആയി പോയല്ലോ ചേട്ടാ. അമ്മേ. എടാ, നീ ഇവിടെ നിന്റെ മരിച്ചുപോയ അച്ഛനെ ഓർത്ത് വിഷമിച്ച് നിൽക്കുന്നു. അവിടെ നീ മരിച്ചുപോയെന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ കരയാ. ഞാൻ ചത്തുപോയെന്നോ? അങ്ങനെ പറഞ്ഞ് നിന്റെ ചേട്ടൻ എവിടുന്ന് ഒരു ശവം കൊണ്ടുവന്ന് നാട്ടുകാരെ മൊത്തം വിശ്വസിപ്പിച്ചിരിക്കുക. അതറിഞ്ഞ് നിന്റെ അമ്മയെ അനിയത്തെ നെഞ്ചത്തടിച്ച് കരയുക. അങ്ങനെയാണെങ്കിൽ നീയാണ് മുരളീധരൻ എന്നുള്ള സത്യം ഇപ്പോഴെങ്കിലും പറയണം. ഇല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും അനുജത്തിക്കും ഒരു ജീവിതം നൽകിയിട്ടേ ഞാൻ ആരാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുള്ളൂ. നീ എന്തെങ്കിലും ഒരു ദിവസം ജീവനോട് തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിലാണ് നിന്റെ അമ്മ ഇതുവരെ ജീവനോട് ഇരിക്കുന്നത്. നാളെ നീ മരിച്ചുപോയോ എന്ന കാര്യം ആലോചിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച അതിനുശേഷം നീ സത്യം പറഞ്ഞിട്ട് എന്താ കാര്യം? മുരളി, നീ എല്ലാരോടും സത്യം പറയാൻ പോവാ. മോനെ ഉദയകുമാറേ, വിഷമിക്കണ്ട മോനെ. ചേട്ടാ, ചേട്ടൻ്റെ അനിയൻ മരിച്ചിട്ടില്ല. ഏത് തെണ്ടിയാ പറഞ്ഞത് ചേട്ടൻ്റെ അനിയൻ മരിച്ചെന്നാ? ചേട്ടൻ്റെ അനിയൻ ജീവനോടെ ഉണ്ട് ചേട്ടാ. ഈ ഞാനാ പറയുന്നേ, ചേട്ടൻ്റെ അനിയൻ ജീവനോടെ തന്നെ ഉണ്ട്. ഈ ഒരു അനിയൻ മരിച്ചാൽ എന്താ? ചേട്ടന് വേറെ ഒരു അനിയനും ഇല്ലേ? ഞാനും ഒരു അനിയനെ പോലല്ലേ? ഈ ഇരിക്കുന്ന 4 പേരും ചേട്ടൻ്റെ അനിയന്മാരാവില്ലേ? ഇതുപോലെ ചേട്ടൻ ഒരുപാട് അനിയന്മാരുണ്ട്. ചേട്ടൻ വിഷമിക്കണ്ട. പ്രിയപ്പെട്ട നാട്ടുകാരോട് ഒരു വലിയ സത്യം പറയാൻ പോവാ ഞാൻ. ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇതെല്ലാം ഒരു നാടകമാണ്. എന്താ നാടകം? ഈ ലോകം ഒരു നാടകവേദിയാണ്. ഇതിൽ ഞാനൊരു നടൻ, നിങ്ങളെല്ലാവരും നടീനടന്മാർ. ദേ ചത്തുകിടക്കുന്ന മുരളീധരൻ, ഇയാള് മഹാനടൻ. മുരളീധര, രക്തക്കണ്ണീർ. ചേട്ടാ, ചത്തുപോയെന്ന് ഇതൊക്കെ ചോദിച്ചായിരുന്നോ? ശവത്തെ എഴുന്നേൽപ്പിക്കും തോന്നല്ലോ. അയ്യോ, മുരളീധരന്റെ പോക്കറ്റ് കാശിരിക്കുന്ന കണ്ടില്ലേ? എന്ത്? ശവത്തിന്റെ കയ്യിൽ കാശോ? ഇതെന്താ ഈ പറയുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. ദേ, ഇത് കാശൊന്നുമല്ല, കത്തെഴുതി വച്ചിരിക്കുക. അപ്പൂപ്പൻ വായിക്കേ. സ്നേഹം നിറഞ്ഞ ഉദയകുമാർ ചേട്ടൻ അനുജൻ മുരളീധരൻ എഴുതുന്നു. നിങ്ങളെയെല്ലാം പിരിഞ്ഞു 15 വർഷം അനാഥനായി കഴിഞ്ഞു. അതിന് പ്രായശ്ചിത്തമായി എനിക്ക് അവകാശമുള്ള സ്വത്തെല്ലാം നാട്ടിലുള്ള അനാഥാലയത്തിന് നൽകുവാനും മറ്റു നല്ല കാര്യങ്ങൾക്ക് നൽകണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. പൊതുജനങ്ങളോട് ഒരറിയിപ്പ്. എന്റെ സ്വത്തെല്ലാം എന്റെ ചേട്ടന്റെ കയ്യിൽ നിന്നും അനാഥാലയങ്ങൾക്ക് എഴുതി വാങ്ങിയതിന് ശേഷമേ ശവസംസ്കാരം നടത്താവൂ. അങ്ങനെ ചെയ്താലേ എന്റെ ആത്മാവിന് ശാന്തി കിട്ടും എന്ന് മുരളീധരൻ. പിന്നെന്താ ഉദയകുമാറെ, നിന്റെ സ്വത്തിന്റെ പകുതി അനാഥകൾക്ക് എഴുതി കൊടുക്ക്. ഇതെന്റെ അനിയൻ എഴുതിയ കത്തല്ല. ഇത് നിന്റെ അനുജനല്ലേ? അവന്റെ പോക്കറ്റിൽ നിന്നല്ലേ ഈ കത്തെടുത്തത്? ഈ അനുജൻ എഴുതാതെ ഈ ചെറുക്കനാണോ എഴുതിയത്? നോക്ക്, ഇത് എന്റെ അനിയന്റെ എഴുത്തുമല്ല, അവന്റെ കൈയക്ഷരമല്ല. തനിക്ക് അങ്ങനെയൊക്കെ പറയാം, നാട്ടുകാരെങ്ങനെ വിശ്വസിക്കും? ഞാനിപ്പോ വിശ്വസിപ്പിക്കാം. അമ്മാവ, ചെറുപ്പത്തിൽ എന്റെ അനിയൻ എഴുതിയ ബുക്കാ. ഈ കൈയക്ഷരം ആ കൈയക്ഷരം ഒന്ന് നോക്ക്. ഇത് കൊള്ളാലോ, 2 കയ്യക്ഷരവും ഒരേപോലെ ഇരിക്കുന്നല്ലോ. പ്രശ്നമില്ലല്ലോ. ഉദയകുമാറെ, സ്വത്തെല്ലാം നാട്ടുകാർക്ക് എഴുതി വെച്ചോ, അതിനുശേഷം അടക്കം ചെയ്യാം. സ്വത്തിൽ ഒരുത്തം പോലും കൈവച്ചേക്കരുത്. എന്നാ ശവം എടുക്കാൻ സമ്മതിക്കില്ല. ഇവൻ എന്റെ അനിയനല്ല. ഇതുവരെ അനിയനെന്ന് പറഞ്ഞ ഇപ്പൊ മാറ്റി പറയാണ്. നാട്ടുകാർ ഞങ്ങളോട് ക്ഷമിക്കണം. ഒരു അനാഥ ശവത്തിനെ റെഡിയാക്കി അത് മുരളിയുടെ ശവമാണെന്ന് കള്ളം പറയാൻ പറഞ്ഞത് ഈ ഉദയൻ ചേട്ടനാണ്. ഈ ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തന്നത് ഈ ചേട്ടനാ. പക്ഷെ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാവും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? പറ. അമ്മയെ കഷ്ടപ്പെടുത്തി, എന്നെ കഷ്ടപ്പെടുത്തി ചേട്ടൻ ഇവിടെ സന്തോഷത്തിന് ജീവിക്കുക, അത് സഹിക്കുന്നില്ല നിങ്ങൾക്ക്. ഇപ്പൊ എന്റെ ചേട്ടനെയും കൊല്ലണമെന്ന് എന്താ
ഏയ്, എന്തിനാടി കിടന്ന് ഒച്ച വെക്കുന്നേ? ആരോടാടി നീ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? നിർത്ത്. കൈയെടുക്ക. കൈയെടുക്കാൻ പറഞ്ഞില്ലേ? ഡാ, നീ ആരടാ? നീ ആരാന്ന്? എടി, നീ എന്തിനാടി കിടന്നിങ്ങനെ വിളയുന്നേ? വേണ്ട. എടുക്ക് 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 കൈ. എന്താടാ? നീ എടുക്കുന്നോ അതോ നിന്റെ കൈ ഞാൻ എടുക്കണോ? ഡാ, ഇതെന്റെ കുടുംബക്കാരി വാ, നീ തളയണ്ട. ഏതാടാ കുടുംബകാര്യം? കൂടെ പറഞ്ഞ അനുജത്തിയോട് ക്രൂരത കാട്ടും. ഇത് ഞാൻ കണ്ടോണ്ട് നിൽക്കണോ? ഈ നാട്ടുകാർ മുഴുവനും കണ്ടോണ്ട് നിൽക്കണോ? എന്നാ കൂടപ്പുറപ്പിനോട് സ്നേഹമുള്ള ആർക്കും ഇത് ചോദിക്കാനുള്ള അധികാരമുണ്ട്. ഈ എനിക്കും ഉണ്ട്. എന്താ ഇവിടെ നിൽക്കുന്നവരെല്ലാം വെറുതെ ഞൊട്ടാൻ വേണ്ടി ഇരിക്കുന്നെന്ന് വിചാരിച്ചോ നീ? നല്ല നാട്ടുമ്പുറംകാരാ. ചേറും ചെളിയും പുരണ്ട കൈകൾ തന്നെ അവർക്കും. ദേഷ്യം 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 വന്നാലുണ്ടല്ലോ ചെത്തി എടുക്കും, അറിയാവോ? എടുക്കടാ കയ്യ. കൈയിടടാ. ഉദയകുമാറെ, ആ കൊച്ചൻ പറഞ്ഞു കേട്ടില്ലേ? കൈ അങ്ങെടുക്ക്. ചേട്ടാ കൈയെടുക്ക് ചേട്ടാ. ഉദയകുമാരെ, കൊച്ചിനെ വിട്. ഞാനെന്താ ചത്തുപോയെന്ന് വിചാരിച്ചോ? പറയാ, ഞാനെന്താ ചത്തുപോയോ? ജീവനോടെ തന്നെ ഉള്ളത്. നിന്റെ അനിയൻ മരിച്ചുപോയെന്ന് നാട്ടുകാരെ മുഴുവനും അറിയിച്ചല്ലോ നീ. എന്നോടെന്താ പറയാഞ്ഞത്? നീ ആരടാ? നിന്നോട് എന്തിനാടാ ഞാൻ പറയണ്ടേ? ആപ്പ് വെക്കുന്നത് ഞാനല്ലേ? നീ എന്നോട് പറഞ്ഞേ തീരൂ. അനിയന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ സ്ഥലം വിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ രണ്ടാമത്തെ ദിവസം ഡെഡ് ബോഡി വരുമെന്ന് അറിയാമായിരുന്നു എനിക്ക്. എന്തെങ്കിലുമൊക്കെ തരികട കാണിക്കാതിരിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനുജന്റെ നോട്ട്ബുക്ക് ഒരാളെ വിട്ട് വാങ്ങിയിട്ട് 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം എഴുതി പഠിച്ചത്. ഇത് മുമ്പേ അറിയിച്ചിരുന്നെങ്കിൽ സംസാരിച്ച് കുറച്ച് കാശെങ്കിലും വാങ്ങിയാ ഞാൻ. ഇനി നല്ലതോ മോശമോ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയേ. നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാന്നേ. വരട്ടെ. അനിയ, ചേട്ടൻ വീണ്ടും MLA സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോവാ. വരുന്ന 14-ാം തീയതി നോമിനേഷനാ, മറക്കാതെ വരണം. ഇതിനകത്ത് ഒപ്പിടാൻ പറ. ആ മോനെ ഉദയകുമാറെ, നല്ല സമയം കഴിയുന്നതിന് മുമ്പ് നോമിനേഷനിൽ ഒപ്പിടാൻ നോക്ക്. അമ്മാവാ, എന്റെ അമ്മായിമ്മ വരുന്ന സമയമാണ് നല്ല സമയം. അതിനു മുൻപെങ്ങാനും ഞാൻ ഒപ്പിട്ടാൽ അതായിരിക്കും എന്റെ ചീത്ത സമയം. വാ മേ, വാ വാ വാ. വരൂ മോനെ, അമ്മായിയമ്മ വന്നു, ഇനി ഒപ്പിടും. ഓ, പേന അങ്ങോട്ട് കൊടുക്ക്. അമ്മ തന്നാ മതി. മരുമോനെ, ഈ വരുന്ന ഇലക്ഷനിലും നീ തന്നെ ജയിക്കണം കേട്ടോ. ജയിക്കാനെന്തിരിക്കുന്നു, ജയിച്ചതുപോലെയല്ലേ. കഴിഞ്ഞ 2 ഇലക്ഷനിൽ ലക്ഷക്കണക്കിന് പണം വാരിയെറിഞ്ഞ് ചെലവ് ചെയ്ത് മോനെ എതിർത്തവരെയെല്ലാം ഡെപ്പോസിറ്റ് ഇല്ലാതെ പറഞ്ഞയച്ചിട്ട്. അതുകൊണ്ട് ഈ ഇലക്ഷന് എന്നെ എതിർത്ത് നീ നിൽക്കാൻ പോകണം. അതെ. എന്ത് യോഗ്യതയാ ഉള്ളത്? രാഷ്ട്രീയം എഴുതാൻ അറിയുമോ നിനക്ക്? ഇങ്ങോട്ട് നോക്ക്. ലക്ഷക്കണക്കിന് പൈസ എറിഞ്ഞ് എന്നെ ജയിപ്പിക്കാൻ അതിനെന്റെ അമ്മായിയമ്മ എന്റെ പുറകിൽ തന്നെ ഉണ്ട്. നിന്റെ പുറകിൽ ആരാ ഉള്ളത്? നമസ്കാരം ചേട്ടാ. ഓ, നീയാണ് ഇവിടെ പുറകെ നിൽക്കുന്നത്. നോക്ക്, ഈ ഉദയകുമാർ പാരമ്പര്യമായിട്ട് കോടീശ്വരനാ. ഇവളോ പ്ലാറ്റ്ഫോമിൽ തെണ്ടി നടക്കുന്നവള്. അതൊക്കെ അപ്പോ ഇപ്പോ ലക്ഷാധിപതി. സിസ്റ്റർ, കയ്യിൽ എത്ര ലക്ഷം ഉണ്ടെന്ന് ചേട്ടനെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇതിൽ എത്ര ലക്ഷം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇതെന്തൊരു ചോദ്യമാ? എണ്ണി വെച്ചത് ഞാനല്ലേ? ചേട്ടനോട് ചോദിച്ചാ എങ്ങനാ? ഞാൻ അഭിമാനിയാ. റൗണ്ടായിട്ട് 10 ലക്ഷം ഉണ്ട്. അതിൽ 1 രൂപ കുറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ ചെരുപ്പെടുത്ത് തന്നെ തല്ലിക്കോ. ഏയ്, നിന്നോട് ചോദിച്ചോ? ഇരിക്കടാ. അതെന്റെ പണം. ഇത് ഞങ്ങൾക്ക് സമർപ്പണം. സിസ്റ്റർ, നല്ല നേരം കഴിയുന്നതിന് മുമ്പ് നമുക്ക് ഒപ്പിട്ട് കളയാൻ. നമ്മുടെ സഹോദരി